ഇന്ന് തൊട്ടെങ്കിലും ഈ നിമിഷം തൊട്ടെങ്കിലും ഈ ഉത്തരവാദികളെന്ന് സംശയിക്കുന്ന അധ്യാപകരെ ഈ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ഈ പ്രതിഷേധ മാർച്ച് ഈ അധികാരികളോട് ആവശ്യപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾ, അവരുടെ ജീവൻ, അവരുടെ ജീവിതം നമുക്ക് വിലപ്പെട്ടവരാണ്. മാതാപിതാക്കൾ ആ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവരുടെ ഓരോ വളർച്ചയും ഓരോ മുന്നോട്ട് പോക്കും, അവരുടെ പഠനത്തിലെ ഓരോ സമയങ്ങളും രക്ഷിതാക്കൾക്ക് വിലപ്പെട്ടതാണ്. അധ്യാപകർക്ക് അവരുടെ മക്കളോട്, അവരുടെ കുട്ടികളോട്, അവരുടെ വിദ്യാർത്ഥികളോട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അധ്യാപക ദിനത്തിൽ നമ്മൾ അധ്യാപകർക്ക് അവർക്ക് വിശേഷങ്ങൾ അറിയിക്കാറുണ്ട്. അവരെ നമ്മൾ ആശംസകൾ അറിയിക്കാറുണ്ട്. അധ്യാപകരാണ്, നിങ്ങൾക്കറിയാം, മലാല എന്ന് പറയുന്ന നോബൽ സമ്മാന അർഹയായ ലോകതലത്തിൽ ആദരിക്കപ്പെടുന്ന മലാല പറഞ്ഞത്, ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം, ഒരു പേന, ഇതൊന്നു ചേർന്നാൽ ലോകത്ത് ചലഞ്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അധ്യാപകർക്ക് സമൂഹത്തില് ആ രീതിയിലുള്ള സ്ഥാനമുണ്ട്. അധ്യാപകരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അവർ കുട്ടികളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ അവരോട് ബഹുമാനം പുലർത്തുന്നത് കൊണ്ടാണ്. എന്നാൽ ആ ബഹുമാനം അർഹിക്കാത്ത രീതിയിലാണ് അധ്യാപകരുടെ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റമെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. ബാലാവകാശ കമ്മീഷനുണ്ട്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ കൃത്യമായ നിയമങ്ങൾ, അത് വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത്, കാലാകാലങ്ങളിൽ അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ സുരക്ഷിതരാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനവും അഭിമാനവും നമ്മുടെ സ്വപ്നവും എല്ലാം നമ്മുടെ മക്കളാണ്. ആ മക്കളുടെ വളർച്ചയാണ്, അവരുടെ പഠനമാണ്. അധ്യാപകരെ രക്ഷിതാക്കൾ പോയി കാണുന്നത്, അവരോട് സംസാരിക്കുന്നത്, എന്റെ കുട്ടിയെ കുറിച്ച് ചോദിക്കുന്നത്, അത് ആ കുട്ടികളെ എത്രമാത്രം നമ്മൾ അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ്. ഷാജഹാൻ സാഹിബിന് നഷ്ടപ്പെട്ടത്, ഈ ഫിദ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നഷ്ടപ്പെട്ടത് നിങ്ങൾ പറയുന്നത്, ഈ ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിലേക്ക് ഈ പ്രദേശത്ത് ഈ ജനങ്ങളെ, സഹോദരന്മാരെയും രക്ഷിതാക്കളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ അധ്യാപകർക്കെതിരെ സംസാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളൊന്നറിയണം. ഈ അധികാരികളൊന്നറിയണം. നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അറിഞ്ഞത്, ഇതിനുശേഷം ഹിതയുടെ മരണത്തിന് ശേഷം നിങ്ങൾ ചേർന്ന രക്ഷാകർത്ത യോഗത്തില് ഈ നാട്ടുകാരറിയണം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം, ഇവിടെ കൂടിയവർ അറിയണം. അതിനുശേഷം ചേർന്നൊരു യോഗത്തില്, PTA മീറ്റിംഗില് അവര് ഈ സഹോദരിയെ കുറിച്ച് ഒന്ന് സ്മരിക്കുക പോലും ഉണ്ടായില്ല. സുഹൃത്തുക്കളെ, ഒരു മൗന പ്രാർത്ഥന പോലും നടത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവർ മനസ്സിലാക്കുന്നത്? എന്താണ് ഈ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഈ സ്ഥാപനത്തിലെ ഒരുപാട് മക്കളിൽ ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരു മകൾ നഷ്ടപ്പെട്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ദുഃഖവുമില്ലെങ്കിൽ, ദുഃഖം രേഖപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകാതിരുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഈ അധ്യാപകർക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിൽ കൂടുതൽ ദുരൂഹത ഈ ജനങ്ങൾക്ക് തോന്നുകയാണ്. എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? എന്തുകൊണ്ട് അധ്യാപകരെ
അന്വേഷണ വിധേയമായെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മാറ്റി നിർത്തിക്കൂടാ. ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അതല്ലേ ചെയ്യേണ്ടത്. ആ കുട്ടി മരിച്ചത് നമുക്കറിയാം. ആ കുട്ടി മരിച്ചത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. ആത്മഹത്യകള് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഒരുപക്ഷെ കേരളത്തില്, ഈ ലോകത്ത് തന്നെ, ഇന്ത്യയില് ഒരുപാട് ആളുകള്, ലോകത്തെ ജനസംഖ്യയും ലോകത്തെ മരണങ്ങളുടെ നിരക്കും ആത്മഹത്യാ നിരക്കൊക്കെ പരിശോധിക്കുമ്പോ അത് കേരളത്തിൽ കൂടുതലാണ് എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. എല്ലാ ആത്മഹത്യകൾക്കെതിരെയും ഇതുപോലെയുള്ള സമരങ്ങൾ നമ്മൾ കാണാറില്ല. എന്നാൽ ഈ ആത്മഹത്യയിൽ സംശയമുണ്ട്. ഈ ആത്മഹത്യ കുട്ടി സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതി വരുന്നു. എഴുതുന്ന സമയത്ത് നിർഭാഗ്യവശാൽ അവരിൽ നിന്ന് കോപ്പി അടിക്കപ്പെട്ടു, പിടിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷെ അത്തരം സംഭവങ്ങളൊക്കെ സാധാരണമാണ്. അതിനൊക്കെയുള്ള നടപടികളും സാധാരണമാണെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെയൊക്കെ തന്നെ അധ്യാപകർ പാലിക്കേണ്ടുന്ന ചില നീതിശാസ്ത്രമുണ്ട്, നീതിപരമായ കാര്യങ്ങളുണ്ട്. അതിവിടെ ചെയ്തിട്ടില്ല എന്ന് സാഹചര്യങ്ങളും അതിന്റെ കിട്ടുന്ന തെളിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. ആ കുട്ടിയെ അതിനുശേഷം, ആ പിടിക്കപ്പെട്ടതിനു ശേഷം സ്വന്തമായി മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകും. വഴിയിൽ വെച്ച് അധ്യാപികമാർ ആ കുട്ടികളോട് പറയുന്നു, നീ ഇവിടെ അഭിനയിക്കേണ്ടതില്ല എന്ന് പറയുന്നു. നീ കരച്ചിൽ തീർച്ചയായും അവര് സ്വന്തം നിലയ്ക്ക് ചെയ്തതാണെങ്കിൽ കൂടി അങ്ങനെ പിടിക്കപ്പെടുന്ന സമയത്ത് ആ കുട്ടിക്ക് അതിൽ വിഷമമുണ്ടാകാം. ആ വിഷമിക്കുന്ന കുട്ടിയെ സഹായിക്കുന്നതിന് പകരം, ആ കുട്ടിയോട് നല്ലത് ഉപദേശിക്കുന്നതിന് പകരം ഒരു അധ്യാപകരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ആ കുട്ടിയോട് ഉണ്ടായത് എന്ന് സാഹചര്യ തെളിവുകൾ പറയുന്നു. ആ കുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അധ്യാപകൻ ഇത് ചെയ്യാൻ പാടുണ്ടോ? ഈ അധ്യാപകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ചെറിയൊരു തെളിവെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ആ ഒരു സംശയത്തിന്റെ ബലത്തിലെങ്കിലും ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണ വിധേയമായി അവരെ മാറ്റി നിർത്തേണ്ടതല്ലേ? അതുകൊണ്ട് ഈ നാട്ടുകാർ സംശയിക്കുന്നു, ഈ സ്ഥാപനത്തിലെ പ്രധാനാധ്യാപകനായ പ്രിൻസിപ്പാൾ നിങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ മറ്റധ്യാപകർക്കൊന്നും തന്നെ ഇതിൽ അവർക്ക് പ്രത്യേകമായ താല്പര്യമില്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളെ സംശയിക്കുന്നവരെ മാറ്റി നിർത്തണമെന്നാണ് പറയുന്നത്. പോലീസും ഈ പറഞ്ഞതുപോലെ തന്നെ അതിലെ ഈ പരാതിയില് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നത് വിഷമകരമായ ഒരു സാഹചര്യമാണ്. എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. എഫ്ഐആർ ഇട്ടത് ഈ സംഭവം കഴിഞ്ഞ ഉടനെയാണ്. അതിനുശേഷമാണ് പിതാവ് ഒരു ഹർജിയുമായി, ഒരു സങ്കട ഹർജിയുമായി ഈ പ്രദേശത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ കാണുന്നത്, അറിയിക്കുന്നത്, അദ്ദേഹത്തിന് പരാതി കൊടുക്കുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ചെയ്യേണ്ടത് അതിലെ അന്വേഷണം നടത്തുക തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നിയമപ്രകാരമായ അന്വേഷണം നടത്തിയിട്ട് അത് കുറ്റക്കാരായ ആളുകളാണ്, അത് കുറ്റകൃത്യമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, ബോധ്യപ്പെടുമ്പോഴല്ല അവിടെ കുറ്റകൃത്യമുണ്ട് എന്ന് തോന്നാൻ സാഹചര്യമുണ്ടെങ്കിൽ അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ആ സംശയിക്കുന്ന ആളുകൾക്കെതിരെ പ്രതി ചേർത്തുകൊണ്ട് ആ എഫ്ഐആർ മാറ്റം വരുത്തണം. ബന്ധപ്പെട്ട സാക്ഷികളെ വിസ്തരിക്കണം. ബന്ധപ്പെട്ട സാക്ഷികളെ അവരെ മൊഴിയെടുക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പരാതിയിൽ കൃത്യമായി ഹൃദയോടുകൂടെ ആ സമയത്ത് മുഴുവൻ സമയവും കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരിമാരെ, ആ സഹപാഠികളെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടിയാളുകൾക്ക് പോലീസിന്റെ ഈ നടപടിയിലും പ്രതിഷേധമുണ്ട്. ഇവിടെ കുടിയാളുകൾക്ക് പോലീസിന്റെ ഈ നടപടിയിലും പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയുവാനുള്ളത്, ഈ സാക്ഷി മൊഴികൾ എന്തുകൊണ്ട് പോലീസ് എടുക്കുന്നില്ല? ഈ സാക്ഷികളെ എന്തുകൊണ്ട് സമയം നഷ്ടപ്പെടുക എന്നുള്ളത് സാക്ഷി മൊഴികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൃത്യം നടന്നതിന് ശേഷം ഒരു കൃത്യം നടന്നതായി പോലീസിന് വിവരം കിട്ടിയാൽ
ആ കൃത്യത്തിന്റെ സാക്ഷികളാര് എങ്കിൽ ആ സാക്ഷികളുടെ മൊഴിയെടുക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ട ആദ്യത്തെ നടപടി. ഇക്കാര്യത്തില് ഷാജഹാൻ കൊടുത്ത പരാതിയില് കൃത്യമായി പറഞ്ഞ ആ സമയത്ത് ഫിദിയോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലീസ് സന്നദ്ധമായിട്ടില്ല. പ്രതിഷേധിക്കണം അക്കാര്യത്തില്. എന്തുകൊണ്ടത് നടപടി സ്വീകരിക്കുന്നില്ല എന്നത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാരോട് വിശദീകരിക്കേണ്ടതുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പോലീസും ഈ അധ്യാപകരെ പോലെ തന്നെ, ഇവിടുത്തെ പ്രധാന അധ്യാപകരെ പോലെ തന്നെ നിഷ്ക്രിയത്വമാണ് തുടരുന്നത് എങ്കിൽ തീർച്ചയായും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് അതിന്റെ മറ്റു നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പോലീസിനെതിരെ നീതിക്ക് വേണ്ടി ശക്തമായി മാറേണ്ടതുണ്ട്. ഈ സമരം ഒരിക്കലും കൃത്യമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഏത് സാഹചര്യത്തിലാണ് ഫിദ മരണപ്പെട്ടത് എന്ന്. ഫിദ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അതിന് ഉത്തരവാദികളാണെങ്കിൽ ആ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കപ്പെടാത്ത സാഹചര്യത്തില് ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ഈ നാട്ടിലെ പ്രദേശത്തെ ജനങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള അനീതിക്കെതിരായ ശക്തമായ സമരമായി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മുടെ മക്കളും ഈ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അവരെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് അധ്യാപകരിൽ നിന്ന് അവർക്ക് കൃത്യമായ ശിക്ഷണം കിട്ടും എന്ന് കരുതിയിട്ടാണ്. അതിനു പകരം ഈ അധ്യാപകരിൽ നിന്ന് ഈ മക്കൾക്ക് ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ, ശിക്ഷണത്തിന് പകരം അവർ ശിക്ഷയാണ് ചെയ്യുന്നത് എങ്കിൽ അവരുടെ കയ്യൂക്ക് കാണിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇതുപോലെയുള്ള സമരങ്ങളിലൂടെ ഇതുപോലെയുള്ള കുപ്രസിദ്ധരായ അധ്യാപകരെ അവർ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുകയും അവരുടേതായ അവർ ചെയ്ത കുറ്റത്തിന് കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോ നാളെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. അത് ഈ നാട്ടിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഒരുപക്ഷെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ കൃത്യമായ രീതിയിലുള്ള ജീവിതം സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഈ നാട്ടുകാരൊക്കെ ഈ സമരത്തിൽ ശക്തമായി ഇതിന്റെ ഒരു വിജയമുണ്ടാകുന്നതുവരെ ഈ സമരത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ ജനങ്ങളുടെ ജനകീയമായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.